ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി എനിക്ക് ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കുട്ടീനോട് അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികളോടാണ് സോറി പറയാനുള്ളത്. ബിക്കോസ് ഞാനിട്ട സ്റ്റഡി പ്ലാനിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിലിങ്ങനെ ചേച്ചിക്കുട്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിക്ക് കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഡെയിലി ഒരു 30 മിനിറ്റ്സ് ക്ലാസ് പോലെ എടുത്ത് വീഡിയോ ഇട്ടൂടെ? കുറേ പേർക്ക് കെമിസ്ട്രി ബുദ്ധിമുട്ടാണ്. ചേച്ചി അങ്ങനെ ചെയ്താൽ വളരെ യൂസ്ഫുള്ളാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് കുറേശ്ശെ മതി. എല്ലാ ചാപ്റ്റേഴ്സും ചേച്ചിയുടെ നോട്ട്സൊക്കെ വെച്ച് വീഡിയോ എടുത്ത് പഠിപ്പിച്ചു തരുമോ പ്ലീസ്? ഞാൻ ഫുൾ സപ്പോർട്ട്. ഈ കമൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യും. 10+ ലൈക്ക് വന്നാൽ ചേച്ചി അത് ചെയ്തേ പറ്റൂ. ചെയ്തേക്കണേ പ്ലീസ്. സ്കൂളിലെ ക്ലാസ്സും ശോകമാണ്. ഓക്കെ, ഇങ്ങനൊരു കമൻറ്റ് വന്നപ്പം ഞാൻ ലിറ്ററലി ലൈക്ക് എന്നോട് പഠിപ്പിച്ചു തരാനോ അങ്ങനെയായി. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അത് പറഞ്ഞു തരാൻ ഞാനുണ്ട് എന്നൊക്കെ. പക്ഷേ പിന്നെയാണ് റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു ഗ്രീൻ സ്ക്രീൻ ഇല്ല, മൈക്കില്ല, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഞാനൊരു ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനെ പറ്റി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഇതിനേക്കാൾ നല്ല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം മക്കൾക്ക് അത് നോക്കേണ്ട നേരം കൊണ്ട് നിങ്ങൾ ഇതിൽ വന്നിട്ട് വെറുതെ നിങ്ങളെ ടൈം വേസ്റ്റായി പോവുക. അപ്പോൾ അതിൽ വെറുതെ നിങ്ങളെ ലൈഫ് വെച്ചിട്ട് റിസ്ക് എടുക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാത്തത്. ഞാനിങ്ങനെ ജസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കെമിസ്ട്രി ഒക്കെ നമുക്ക് അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടാവും. എനിക്കിങ്ങനെ ഞാൻ കാണിച്ചു തരാം, ഏത് മൂഡിലാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വെച്ച് വേണ്ട, അങ്ങനത്തെ ഇത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതിലൊരു പോയിന്റ് ഇല്ല തോന്നും. അതുകൊണ്ടാട്ടോ ഐ എം റിയലി സോറി ഫോർ ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. അത് 10+ കമൻറ്റ് അല്ല 10+ ലൈക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ കമൻറ്റിന് 55 ലൈക്സ് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാൻ എന്തെങ്കിലും പിന്നെ ടൈമും ഇല്ലായിരുന്നു. പിന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പഠിപ്പിക്കാനുള്ള ക്രേസ് കൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനും സമയമില്ലാതായിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനിയുള്ള ഓരോ ചോദ്യത്തിനുള്ള റിപ്ലൈ ആണ്. ഞാൻ ഒരുവിധ റിപ്ലൈ ഒക്കെ അങ്ങനെ തന്നെ അപ്പം തന്നെ കൊടുക്കാറുണ്ട്. ഇനി ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുമെന്ന് ആവശ്യപ്പെട്ട് ഇത്തരം കമൻറ്റുകൾക്കുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഈ വീഡിയോ. ഓക്കെ, ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ താഴെ വന്നാട്ടോ. ഇനി ഏത് കോഴ്സാണ് എടുക്കുന്നത് ചേച്ചി, ആഫ്റ്റർ +2 എന്താ ചെയ്യുന്നത്, പ്ലീസ് റിപ്ലൈ. ജെയ് ഓർ കീം ആണോ ഇനി നോക്കുന്നതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ജെയും ഗെയിം ഒന്നല്ല ഞാൻ നോക്കിയാൽ. എൻ്റെ യൂട്യൂബ് ചാനൽ ഡെയിലി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. എൻ്റെ ഇഷ്ടപ്രകാരമല്ല, വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമാണ്. പക്ഷേ കുഴപ്പമില്ലടാ. ബയോ സയൻസ് എടുത്താൽ ഞാൻ എന്നിട്ടും എനിക്ക് ഓക്കെയാണ്. മാർക്കൊക്കെ അത്യാവശ്യം ഉണ്ട്. മാർക്കൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ മാർക്ക്. അപ്പോൾ മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ സീനൊന്നും ഇല്ല. പിന്നെന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് ടഫാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എടുത്തത്, അല്ലെങ്കിൽ അതിനോടുള്ള എന്തോ ഒരു ലാസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് അതിനോട് നിൽക്കാൻ തോന്നും. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ വീട്ടുകാരുടെ ഇഷ്ടത്തിനാണെങ്കിലും പപ്പക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. പപ്പയ്ക്ക് അതാണ് ഇഷ്ടം എന്നാലോചിക്കുമ്പോഴൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. പിന്നെ IMUCT എങ്ങനെയാണ് പഠിച്ചതെന്നൊരു കൂട്ടം ചോദ്യം ഉണ്ടായിരുന്നു. IMUCTൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം കേട്ടോ. അത് ഈ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതിൽ ഞാനത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ എന്നാൽ IMUCT എങ്ങനെ പഠിക്കുക വെച്ചപ്പോൾ ഇന്ത്യാബിക്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് തോന്നുന്നു. അതിൻ്റെ അകത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. അതുപോലെ +1 +2 നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അത് പഠിച്ചാൽ മതി. +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ അകത്തായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ ജനറൽ നോളജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡൊക്കെയാണ് വരിക. അതൊക്കെ ഇന്ത്യാബിക്സിൻ്റെ അകത്ത് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇന്ത്യാബിക്സ് എന്നാണ് തോന്നുന്നു ഞാൻ അന്ന് പഠിച്ചത്, അത് വെച്ചിട്ടാണ്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഓൺലൈനിലൂടെയൊക്കെ ഒരുപാട് കോച്ചിങ്ങൊക്കെ വേറെയും കിട്ടുന്നുണ്ട്. വേറെ കുറേ കോച്ചിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയ നല്ല റാങ്കൊക്കെ കിട്ടും കോച്ചിങ്ങിനൊക്കെ പോയി പഠിച്ചാൽ. പക്ഷേ വലിയ റാങ്ക് ഇല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കും. മർച്ചൻ്റ് നേവിക്ക് ഞാൻ എന്താ പോകാഞ്ഞെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആസ് എ ഗേൾ ഇന്ന് മർച്ചൻ്റ് നേവിക്ക് വിടാൻ വീട്ടുകാർക്ക് അത്ര സമ്മതമല്ല. സേഫ് അല്ല, പിന്നെ ഒറ്റ മോളായതിൻ്റെയൊക്കെ ഒരു കൺസേൺ കൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. നല്ല സാലറി വൈസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ലൈഫ് കുറച്ച് നമ്മൾ സീലാണ്. ഫാമിലി ലൈഫ് ഉണ്ടാവുമൊക്കെ ചോദിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ചേച്ചി ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് BSc കമ്പ്യൂട്ടർ സയൻസ്? ഇതൊരു റിപ്ലൈ അല്ല, ഇത് ഒരു കമൻറ്റ്. വേറൊരു കമൻറ്റാ, ചേച്ചി +2 ശേഷം ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്നൊരു വീഡിയോ ചെയ്യുക. ബിക്കോസ് ഞാനിപ്പോൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. സോ അതുകൊണ്ട് പ്ലീസ് ഡു 1 വീഡിയോ അബൌട്ട് ഇറ്റ് വെൻ യു ഹാവ് ടൈം. ഓക്കെ, അത് തന്നെയാണ് സെയിം ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം
10th അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾ. 10th കഴിഞ്ഞ കുട്ടികൾക്കും ഒരു എത്തി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസ് കുറച്ച് ലിമിറ്റഡ് ആയതിനെക്കൊണ്ട് നിങ്ങൾക്ക് വേഗം ചൂസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി വേഗം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കുള്ളവർ എന്തായാലും ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് താല്പര്യമുള്ളവർ അങ്ങനെ പോകും. പിന്നെ ഏകദേശം നിങ്ങൾക്ക് 10th ആകുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ, അതിന് നിങ്ങൾ വേഗം ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ +2 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു നീണ്ടു കിടക്കുന്ന സാഗരമാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എല്ലാ തരത്തിലുള്ള കോഴ്സും ഉണ്ട്. ഇനിയിപ്പം കൊമേഴ്സ് എടുത്ത ആൾക്ക് വരെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനുള്ള ഓപ്ഷനുള്ള ഈ കാലത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തായാലും വരും. ഞാനും കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊറ്റ ഡെസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് എടുത്തതാണ് ഞാൻ ഈ BSc കമ്പ്യൂട്ടർ സയൻസ്. പക്ഷേ എനിക്കങ്ങനെ റിഗ്രറ്റും തോന്നിയില്ലടാ. നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും പഠിക്കും. BSc കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ ഞാൻ പഠിച്ച കോളേജ് അത് അടിപൊളിയാണ്. ഇപ്പം ഞാൻ 2nd ഇയറിലേക്കാണ്. പക്ഷേ ആ കോളേജിനെ പറ്റി ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ കോളേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടീച്ചർ, ട്യൂട്ടർ, എൻ്റെ ട്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ബേസിക്കും ഇല്ല. CS ബയോ എടുത്ത ഞാനിവിടെ CS എടുക്കുമ്പോൾ ഈ മിസ്സ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇത്രയും ക്ലിയർലായിട്ട്, അല്ലെങ്കിൽ ബേസിക് പോലും ഇല്ലാത്ത എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ ടീച്ചറിനെയും നമ്മളെ ട്യൂട്ടറിനെയൊക്കെ വെച്ചിരിക്കും നമ്മുടെ BSc കമ്പ്യൂട്ടർ സയൻസ്. ആക്ച്വലി BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്കോപ്പും സാലറിയും എല്ലാം അടിച്ച് പെറുക്കിയിട്ടൊന്നുമല്ല ഞാൻ ഈ കോഴ്സ് എടുത്തത്. വീട്ടുകാർക്ക് ഇഷ്ടം അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ എടുത്തൊരു കോഴ്സായതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പിന്നെ ഞാനിതിൽ വലിയ സക്സസ്ഫുള്ളായി. അതായത് ഞാനിത് പഠിച്ച് എനിക്കൊരു പണി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതിൽ കാര്യം. പക്ഷെ അല്ലാത്തൊരു കുട്ടിക്ക് ഞാൻ ഇതിനെപ്പറ്റി എങ്ങനെയാണ് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ അത് ഫുൾ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ അഡ്മിഷൻ ക്രൈറ്റീരിയ, നിങ്ങൾക്കത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുക ചെയ്യുക. നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കോളേജ് ഉണ്ടാവും. ഞാൻ കൊടുത്തത് സെൻറ്റ് ജോസഫ് കോളേജ് തേവഗിരി. അവിടെ സെൽഫ് ഫിനാൻസാണ് ഞാൻ പഠിക്കുന്നത്. കാലിക്കറ്റ് ഉള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നത് അടിപൊളിയായിരിക്കും. ഞാൻ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് 4 ആൾ നമ്മളോട് റെസ്പെക്റ്റ് തോന്നും അങ്ങനെ എടുത്താന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പലർക്കും പലതായിരിക്കും. ഇപ്പോഴത്തെ നമ്മളെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 ഇയർ ആയിട്ടുള്ള FIUGP എന്ന് പറയും. ഇവിടെ നമുക്ക് എൻ്റെ കഴിഞ്ഞ ഫസ്റ്റ് ഇയർ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങോട്ടേക്ക് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ചിലപ്പോൾ ഇത് FIUGPൻ്റെ ഫുള്ള് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ട് ആ PDF വായിച്ച് പഠിച്ചിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് ക്ലാസ് എടുത്തരാൻ. അതൊന്നും പിന്നോട് ചോദിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റിലൊക്കെ പോയി നോക്കിയാൽ കിട്ടും. അപ്പം ഇതുവരെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ഒരു കുട്ടിക്ക് മൈനർ B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഇത് 3 നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് മൈനർ B എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ജോബിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഈ കമ്പ്യൂട്ടർ സയൻസിലൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് നല്ല ഒരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ മൈനർ C ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മാത്സ് ആണ്. മൈനർ D നമുക്ക് ഓരോ സെമ്മിലും ഇതൊക്കെ ഓരോ സെമ്മിലും മാറ്റാം കേട്ടോ. മൈനർ D ഞാൻ ഫസ്റ്റ് സെമ്മിൽ ഞാൻ എടുത്തത് ആനിമേഷൻ ആയിരുന്നു. 2nd സെമ്മിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഡിജിറ്റൽ ഫിനാൻസ് ആണ്. ഡിജിറ്റൽ ഫിനാൻസ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ ചെയ്യാൻ. അതാകുമ്പോൾ എനിക്ക് ബാങ്കിങ് സെക്ടറും കുറച്ചും കൂടി നല്ലൊരു ഇതാണ്. അതായത് ഈ മൈനർ D എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമ്മളിത് എടുക്കുക. പിന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്തേക്ക് എന്തായാലും നമുക്ക് ഈ IT-യും കമ്പ്യൂട്ടറൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുവാൻ. ആ കമ്പ്യൂട്ടറൊക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ ഇത് നല്ലൊരു കോഴ്സാണ് എനിക്ക് തോന്നി. നല്ല സ്കോപ്പുണ്ട്. പുറത്തേക്കൊക്കെ നമുക്ക് IT ഫീൽഡ് കുറച്ചും കൂടി സ്കോപ്പുള്ളതാണ്. സാലറി അത്യാവശ്യം നല്ലോണം ഉണ്ട് എന്നാണ് എൻ്റെ കസിൻസ് കുറച്ച് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ സാലറിയിലൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെന്താ നമുക്ക് ഇനി അങ്ങോട്ടേക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ നമുക്ക് കോഴ്സ് മാറ്റിയെടുക്കാം. അപ്പോൾ അതായത് ഇപ്പം ഞാൻ CS എടുത്ത് ഫസ്റ്റ് ഇയറിൽ വിചാരിക്കും. എനിക്ക് വേണമെങ്കിൽ 2nd ഇയറിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ മൈനർ B, മൈനർ C, മൈനർ D ഇതൊക്കെ നമുക്ക് വേറെ ഡിഫറൻറ്റ് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് AEC ഉണ്ട്. അതായത് അഡീഷണൽ ലാംഗ്വേജ് 2 ഉണ്ട്. എൻ്റെ കോളേജിൽ ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിന്ദി, മലയാളം, ഫ്രഞ്ചും. ഇംഗ്ലീഷ് പിന്നെ എല്ലാവരും എടുക്കുന്ന കോമൺ ആയിട്ടുള്ളത്. പിന്നെ ഒരു BTech ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഡിഗ്രി കിട്ടുമെന്ന് ശുഭപ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതാണ് സെൻറ്റ് ജോസഫ് കോളേജ് തേവഗിരിയിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുക. നിങ്ങൾക്ക് 95 above% ഉണ്ട്. പിന്നെ നിങ്ങൾ ഡാൻസ്, പാട്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലുണ്ട് കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം കിട്ടും അഡ്മിഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡൊണേഷൻ കൊടുത്ത് കയറേണ്ടി വരും. അലോട്ട്മെൻറ്റ് വഴിയാണ് നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുന്നത്. പിന്നെന്താ ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി എന്താ പറയണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല.
പോയിന്റിലെത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് പോയിന്റിലാണുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ എന്തൊരു ഡെസിഷൻ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. നിങ്ങൾ എന്ത് കോഴ്സ് എടുത്താലും അതിൻ്റെ കുറ്റം ഉണ്ടാവും. നഴ്സിംഗ് എടുത്ത കുട്ടീനെ അത് പറയും. ഇപ്പോൾ വെറും ഡിഗ്രി എടുത്ത കുട്ടി, അയ്യേ നീ ഡിഗ്രി ആണോ എടുത്ത്, എത്ര മാർക്ക് ഉണ്ടായിട്ട് എന്നും പറയും ആൾക്കാർ. ഇതൊന്നും നോക്കണ്ട. നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ വീട്ടുകാരെ ഇഷ്ടം അത്ര നോക്കണമെന്നില്ല, എന്നാലും നോക്കാം. അവർക്കും കൂടി ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ വീട്ടുകാർ ചിലവാക്കല്ലേ പൈസ, അപ്പോൾ അവരെ അല്ലെങ്കിൽ അവരെ ഇഷ്ടം കൂടി നോക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനെടുത്ത്. അങ്ങനെ നോക്കണമെന്നില്ല കേട്ടോ, വീട്ടുകാരെന്തായാലും നിങ്ങൾക്ക് പൈസയൊക്കെ എന്തായാലും തരേണ്ടതാണ്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് എടുക്കുക, അതിന് നന്നായിട്ട് പഠിക്കുക, ആ ഒരു 3-4 കൊല്ലം അടിച്ചു പൊളിക്കുക, പ്ലസ് പഠിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സ്മൂത്തായി പോകും. ആൻഡ് ദിസ് വിൽ ബി ദ ബെസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ കോളേജിൽ ചേരുന്നതായിരിക്കും നിങ്ങളെ ബെസ്റ്റ് പാർട്ട്. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾ റിപ്പീറ്റിന് പോകാൻ ആഗ്രഹിക്കുകയാണ്, അപ്പം ഈ ഒരു കൊല്ലം നിങ്ങൾ അടിച്ചുപൊളി കുറച്ചിട്ട് പഠിക്കുക. നല്ലോണം ഇരുന്ന് പഠിച്ച് ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒറ്റ കൊല്ലം കൊണ്ട് എല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ നീറ്റ് JEE മാത്രം ഫോക്കസ് ചെയ്യുക. വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. +2 ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, +1 ഓർ +2 അല്ലെങ്കിൽ 10th കഴിഞ്ഞവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിക്കോ. നമ്മളായിരിക്കും +2 ഫുൾ A+ വാങ്ങാം, അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന്. പക്ഷെ അത് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമുക്ക് ഒരു മാർക്ക് നമ്മുടെ ലൈഫിലേക്ക് വരെ. ഇനി എന്ത് നമുക്കറിയാണ്ട് നമ്മളിങ്ങനെ നിൽക്കും. അതിൽ നല്ല നിങ്ങൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കും അവിടെ എത്തട്ടെ, അത് നമ്മൾ +1 ഫുൾ A+ വാങ്ങണ്ട, +2 ഫുൾ A+, അതൊക്കെ വേഗം പോകും. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഇനിയും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഈ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.